അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇമാം അഹ്മദ് അവറുകൾ തൻ്റെ മുസ്നദിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹദീസ്. ഈ ഹദീസിന്റെ ആശയം സഹീഹൈനിലും കാണാവുന്നതാണ്. അതായത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കൂ. حدثنا أبو معاوية حدثنا الأعمش عن إبراهيم التيمي عن الحارث بن سويد عن عبد الله قال قال رسول الله صلى الله عليه وسلم أيكم مال وارثه أحب إليه من ماله قالوا يا رسول الله ما منا أحد إلا ماله أحب إليه من مال وارثه قال يعلموا أنه ليس منكم أحد إلا مال وارثه أحب إليه من ماله മാലക്ക മിൻ മാലിക്ക ഇല്ലാ മാ ഖദ്ദംത വമാലു വാരിസിക മാ അഖർത ഖാല വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ തഅദ്ദൂന ഫീകും അസ്സുറഅ ഖാല ഖുൽനാ അല്ലദീ ലാ യസ്റഉഹു الرجال ഖാല ലാ വലാകിൻ അസ്സുറഅ അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ് ഖാല وقال رسول الله صلى الله عليه وسلم ما تعدون فيكم الرقوب قال قلنا الذي لا ولد له قال لا ولكن الرقوب الذي لم يقدم من ولده شيئا. വളരെ അർത്ഥവത്തായിട്ടുള്ളതും നാം ഓരോരുത്തരുടെയും മനോമുഖരങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വളരെ അർത്ഥവത്തായതും അതോടൊപ്പം സാർവകാലികവുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഇതിലൂടെ നബി തങ്ങൾ നമ്മെ തെര്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹാരിസ് ഇബ്നു സുവൈദിലൂടെ അഹ്മദ് അവറുകൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് തൻ്റെ സമ്പത്തിനേക്കാൾ തൻ്റെ അനന്തരാവകാശിയുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നത് എന്ന്. സ്വാഭാവികമായും സഹാബാക്കൾ മറുപടി പറഞ്ഞു, ഞങ്ങളിൽ ഒരാൾക്കും തൻ്റെ മുതലിനേക്കാൾ തൻ്റെ അനന്തരാവകാശിയുടെ സമ്പത്തിനെ ഇഷ്ടമുള്ള ആരും ഉണ്ടാവില്ല എന്ന്. എന്നാൽ നബിതങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും തൻ്റെ മുതലിനെ തൻ്റെ അനന്തരാവകാശിയുടെ മുതലിനേക്കാൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. കാരണം നബി തങ്ങൾ പറയുകയാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നത് തൻ്റെ അനന്തരാവകാശിയുടെ മുതലിന്, സ്വന്തം മുതലിനേക്കാൾ അനന്തരാവകാശിയുടെ മുതലിനെയാണ് നിങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നത് എന്ന് നബി തങ്ങൾ അവരെ, ആ സദസ്യരെ ഉത്ബോധിപ്പിക്കുകയാണ്. എന്നിട്ട് അതിന് കാരണം പറഞ്ഞു കൊടുക്കുന്നു. നിനക്ക് നിന്റെ സമ്പത്തിൽ നിന്ന് നീ മുന്തിച്ചത് മാത്രമേ നിന്റേതായിട്ടുള്ളൂ. നീ പിന്തിച്ചു വെച്ചതെല്ലാം, നീ മരിക്കുമ്പോൾ ഇവിടെ ഒഴിച്ചു വെച്ചു പോകുന്നതെല്ലാം നിന്റെ അനന്തരാവകാശിക്കുള്ളതാണ്. നീ മുന്തിച്ചത് എന്ന് പറഞ്ഞാൽ ജീവിതകാലത്ത് ദാനധർമ്മമായിട്ടും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ചെലവഴിച്ചു കഴിഞ്ഞതാണ് നീ മുന്തിച്ചത്. ആ മുന്തിച്ചത് മാത്രമേ നിന്റെ മുതലുള്ളൂ. നീ പിന്തിച്ചതാവട്ടെ, അതായത് മരിക്കുന്ന സമയത്ത് നീ ഉപയോഗിച്ച് തീർക്കാത്തത്, നീ സദഖ ചെയ്യാതെ ബാക്കി വെച്ചിട്ടുള്ള സമ്പത്ത്, അത് നിന്റേതല്ലല്ലോ. അത് നീ മരിക്കലോടുകൂടി നിന്റെ അനന്തരാവകാശിയുടേതായി മാറി. മക്കളോ ജ്യേഷ്ഠന്മാരോ അവിടെ സന്താനങ്ങളോ ആരാണ് അനന്തരാവകാശികളായിട്ടുള്ളതെങ്കിൽ അവരുടേതാണ് പിന്നെ ആ സമ്പത്ത്. നിനക്ക് നീ ജീവിതകാലത്ത് ഉപയോഗിച്ച് തീർത്തതും അതുപോലെ
നീ ദാനധർമ്മങ്ങളിലൂടെ ആഖിറത്തിലേക്ക് മുന്തിച്ചു വെച്ചത് മാത്രമേ നിനക്ക് ഉപകാരപ്പെടുകയുള്ളൂ. എന്നിട്ട് നബി തങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളിൽ ഏറ്റവും മല്ലനായി നിങ്ങൾ ആരെയാണ് കണക്കാക്കുന്നത്? ഏറ്റവും ശക്തൻ, എല്ലാവരെയും ജയിച്ചടക്കുന്ന മല്ലൻ ആരാണെന്നാണ് നിങ്ങൾ കണക്ക് കൂട്ടുന്നത് എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും സഹാബാക്കൾ പ്രതിവചിച്ചു, ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയാത്തവനാണ് ഞങ്ങളിൽ ഏറ്റവും വലിയ മല്ലൻ, ശക്തൻ. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല. മറിച്ച് ഏറ്റവും വലിയ മല്ലൻ, ശക്തൻ, ദേഷ്യം വരുന്ന സമയത്ത് തൻ്റെ ശരീരത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിവുള്ളവനാണ്. ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം അനുസരിച്ച് പ്രവർത്തിക്കാതെ തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, അവനാണ് യഥാർത്ഥ ശക്തൻ. കാരണം അത് വലിയ ഒരാശയമായിരുന്നു. ഒരാൾക്ക് ദേഷ്യം വരുന്ന സമയത്ത്, ദേഷ്യമാണല്ലോ പല കലഹങ്ങൾക്കും കാരണം, അവിടെ തൻ്റെ ശരീരത്തിനെ നിയന്ത്രിക്കുക എന്നത് ഏറ്റവും വലിയ ശത്രു ആയതായിക്കും ആബൈന ജംബൈക്ക എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ രണ്ട് പാർശ്വങ്ങൾക്കിടയിലുള്ള അഥവാ നിന്റെ ശരീരം ആണ് എന്ന്. ആ ശത്രുവിനെ ഒതുക്കാനുള്ള കഴിവാണ് ഇവൻ ആവാഹിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ദേഷ്യം വരുന്ന സമയത്ത് നിയന്ത്രണം സ്വയം നിയന്ത്രിക്കുന്നവനാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന യാഥാർത്ഥ്യ നബിതങ്ങൾ ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. പിന്നീട് നബിതങ്ങൾ അവരോട് ചോദിച്ചു, മാ തഅദ്ദൂന ഫീകും റഖൂബ് എന്ന്, നിങ്ങളിൽ സന്താനങ്ങളില്ലാതെ ഉത്കണ്ഠാകുലനായി ജീവിക്കുന്നവൻ ആരാണെന്ന് നിങ്ങൾ ആരെയാണ് കണക്കാക്കുന്നത്? റഖൂബ് എന്ന് പറഞ്ഞാൽ സന്താനങ്ങളില്ലാത്തവർക്കാണ് സാധാരണ അറബികൾ റഖൂബ് എന്ന് പറയൽ. കാരണം അവൻ എപ്പോഴും തൻ്റെ മരണത്തെ പ്രതീക്ഷിച്ച് ഉത്കണ്ഠാകുലനായി, എനിക്കിനി ആരുമില്ലല്ലോ എന്ന ആദിയിലും ആ ഉത്കണ്ഠയിലും ജീവിക്കുന്നവനായതുകൊണ്ടാണ് റഖൂബ് എന്ന് അവനെക്കുറിച്ച് പറയുന്നത്. പ്രതീക്ഷിക്കുന്നവൻ എന്ന്, വല്ലാതെ നോക്കി നിൽക്കുന്നവൻ, പ്രതീക്ഷിക്കുന്നവൻ എന്നൊക്കെയാണല്ലോ അതിന്റെ വാക്കർത്ഥം. അപ്പൊ മക്കളില്ലാത്തവർക്കാണ് സാധാരണ അറബികൾ റഖൂബ് എന്ന് പറയാറുള്ളത്. അപ്പൊ മക്കളില്ലാത്തവർ ആരായിട്ടാണ് നിങ്ങൾ കണക്ക് കൂട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ സഹാബാക്കൾ സ്വാഭാവികമായിട്ടും അവർ മനസ്സിലാക്കിയിട്ടുള്ള റഖൂബിനെ അവർ പറഞ്ഞു കൊടുത്തു. കുൽന അല്ലദീല വലദലഹു, മക്കളില്ലാത്തവരാണ് റഖൂബ് എന്ന്. കാല, അപനബിതങ്ങൾ പറഞ്ഞു, ലാ, ഒരിക്കലുമല്ല. വലാകിന്ന റഖൂബ് അല്ലദീ ലം യുഖദ്ദിം മിൻ വലദിഹി ശൈഅ, യഥാർത്ഥത്തിൽ മക്കളില്ലാത്തവൻ എന്ന് പറയുന്നത് തൻ്റെ മക്കളിൽ നിന്ന് ഒരാളെപ്പോലും മുന്തിച്ചിട്ടില്ലാത്തവനാണ്. അതായത് തൻ്റെ ജീവിതകാലത്ത് മക്കൾ മരിച്ചു പോയിട്ടില്ലാത്ത അവനാണ് ശരിക്കും മക്കളില്ലാത്തവൻ. അത് വലിയൊരു മോട്ടിവേഷനും കൂടിയായിരുന്നു. മക്കൾ മരണപ്പെടുക എന്നത് ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചും വലിയ സങ്കടമാണ്. തീർത്താൽ തീരാത്ത, എപ്പോൾ ഓർക്കുമ്പോഴും സങ്കടം തോന്നുന്ന വലിയ വിഷമമുള്ള കാര്യമാണ് മക്കൾ മരിക്കുക എന്നത്. അപ്പൊ തൻ്റെ ജീവിതകാലത്ത് മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അവർക്ക് മക്കളുണ്ട്. അങ്ങനെ മക്കൾ മരിച്ചു പോകാത്തവരാണ് ശരിക്കും മക്കളില്ലാത്തവർ. കാരണം ആ മക്കളെ കൊണ്ട് ആഖിറത്തിൽ ഉപകാരപ്പെടും എന്ന് ഉറപ്പില്ലാത്തതാണല്ലോ. മുമ്പ് മരണപ്പെട്ടു പോയ മക്കൾ ആഖിറത്തിൽ അവർക്ക് വേണ്ടി മുന്നൊരുക്കക്കാരനാണെന്നും മാതാപിതാക്കൾക്ക് വഴിയൊരുക്കി അവരെ കാത്തിരിക്കുന്ന, സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നവരാണ് എന്നുമൊക്കെയാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ, സമ്പത്തിന്റെ യാഥാർത്ഥ്യം അത് നമുക്ക് ഉള്ളതല്ല. നമുക്കുള്ളത് നാം ഉപയോഗിച്ച് തീർത്തതും നാം നാളേക്ക് വേണ്ടി അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ച് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുള്ളതും മാത്രമാണ്. ദാനധർമ്മങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ആഖിറത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം, ആഖിറത്തിൽ നമുക്ക് ധനം നൽകുന്ന കാര്യം. സ്വന്തം കാര്യത്തിലും പിശുക്ക് വേണ്ട എന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. സ്വന്തം കാര്യത്തിൽ അവനവൻ ഭക്ഷിച്ചു തീർത്തത്, അവനവൻ ധരിച്ച് നുരുമ്പിക്കഴിഞ്ഞ വസ്ത്രങ്ങൾ, പിന്നെ ആഖിറത്തിലേക്ക് വേണ്ടി ചെലവഴിച്ചത്, ഇതൊക്കെയാണ് നിനക്കുള്ള സമ്പത്ത്. നിന്റെ സമ്പത്തിൽ നിന്ന് നിനക്കുള്ളത്.
ബാക്കിയുള്ളതെല്ലാം നിന്റെ അനന്തരാവകാശികൾക്കുള്ളതാണ് എന്നാണ് ഇതിൽ നിന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അവനവൻ അനുഭവിച്ചത് അവനവൻ ഉപകാരപ്പെട്ടു എന്ന് പറയാവുന്നതാണ്. അല്ലാതെ നാം പിശുക്ക് കാണിച്ച് ശരിക്ക് ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാതെ നാം സമ്പത്ത് ഇവിടെ സ്വരുക്കൂട്ടി വെച്ചാൽ അത് നമ്മുടെ അനന്തരാവകാശികൾ ഉപയോഗിക്കുമെന്നല്ലാതെ നമുക്കൊരിക്കലും ഉപയോഗപ്പെടില്ലല്ലോ. പിന്നീട് മല്ലൻ യഥാർത്ഥത്തിൽ സ്വന്തത്തെ നിയന്ത്രിക്കുന്നവനാണ്, മറ്റുള്ളവരെ കീഴടക്കുന്നവനല്ല എന്ന, അവനാണ് യഥാർത്ഥ ശക്തൻ എന്ന ആശയവും ഇതിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. മക്കളില്ലാത്ത ഉത്കണ്ഠാകുലൻ യഥാർത്ഥത്തിൽ മക്കൾ മരിച്ചുപോയി ഡെപ്പോസിറ്റ് ഇല്ലാത്തവൻ ആരോ അവനാണ് മക്കളില്ലാത്തത്. മക്കൾ മരിച്ചാൽ അവർ ആഖിറത്തിൽ മുതൽക്കൂട്ടാണ് എന്ന യാഥാർത്ഥ്യവും ഇതിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് കണ്ണ് തുറപ്പിക്കുന്ന ഒരു ഹദീസാണിത്. തൻ്റെ മക്കളുടെ കാര്യത്തിൽ, തൻ്റെ സമ്പത്തിന്റെ കാര്യത്തിൽ, തൻ്റെ ശരീരത്തിന്റെ ശക്തിയുടെ കാര്യത്തിൽ ഒക്കെ. ഈ മൂന്നുമാണല്ലോ ഇവിടെ നമ്മുടെ വലിയ സമ്പത്തും ശരീരവും സന്താനവുമാണ് നാം നമ്മുടെ വലിയ ഭാഗ്യങ്ങളായി കണക്കാക്കുന്നത്. ഇതിലൊക്കെ നമുക്ക് ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഭാഷാപരമായ അർത്ഥം അനുയായികളെ കൊണ്ട് പറയിപ്പിച്ച് മറ്റൊരു വശത്തിലേക്ക് ചിന്തിപ്പിക്കുവാൻ വേണ്ടിയാണ് നബി തങ്ങൾ ഈ ഹദീസിലൂടെ ശ്രമിച്ചത്. അത് നമുക്ക് വലിയ പാഠമാണ്. കാലാകാലത്തേക്കും നമ്മെ ചിന്തിപ്പിക്കുന്ന, കണ്ണു തുറപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.